നിങ്ങൾ പൈ നെറ്റ്വർക്ക് മൈൻ ചെയ്യണവരാണെങ്കിൽ അല്ലെങ്കിൽ പൈ കോയിൻ മൈൻ ചെയ്യണവരാണെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് കണ്ടിരിക്കേണ്ട വീഡിയോ ആണിത്. കാരണം മേജറായിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഓപ്പൺ മെയിൻ നെറ്റിനെ കുറിച്ചുള്ള. പിന്നെ അതുകൂടാണ്ട് KYC പിന്നെ മെയിൻ നെറ്റ് മൈഗ്രേഷൻ്റെ ഡെഡ് ലൈനും വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എൻജോയ് ടെക് വിത്ത് SNK. നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പൈ നെറ്റ്വർക്കിൻ്റെ ലേറ്റസ്റ്റ് ഒരു അപ്ഡേറ്റ് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ട്വീറ്റ് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിവിടെ ഓപ്പൺ മെയിൻ നെറ്റ് അല്ലെങ്കിൽ ഓപ്പൺ നെറ്റ്വർക്ക് ഈ 2024 അവസാനം ആകുമ്പോഴേക്കും എന്തായാലും 2024 അവസാനം ആകുമ്പോഴേക്കും വരാനുള്ള ഒരു ട്രാക്കിലാണ് അവരെന്നാണ് അവർ ഈ ഒരു ട്വീറ്റിൽ പറഞ്ഞത്. പിന്നെ മെയിനായിട്ടുള്ള അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പൈ ആപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ അനൗൺസ്മെൻറ്റ് കാണാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ KYC കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു ഡെഡ് ലൈനും പിന്നെ മൈഗ്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു ഡെഡ് ലൈനും കൂടി അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡെഡ് ലൈനിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് നമ്മൾ മൈൻ ചെയ്ത പൈയൊക്കെ വേസ്റ്റ് ആവും. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂലൈ 1 തൊട്ട്, അതായത് ജൂലൈ 1 തൊട്ട് പിന്നെ ഒരു 6 മന്ത് ഗ്രേസ് പീരീഡ് ഉണ്ട്. ആ ഒരു ഗ്രേസ് പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിപ്പയറിങ് പൈ ഫോർ ഓപ്പൺ മെയിൻ നെറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു എസെൻഷ്യൽ പീരീഡാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ KYC മെയിൻ നെറ്റ് മൈഗ്രേഷനും സ്പെസിഫിക് ഡെഡ് ലൈൻസിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് അതിൽ സപ്പോർട്ട് ചോദിച്ചു ചെല്ലാനോ ഒന്നിനൊന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ ആ ഒരു സ്പെസിഫിക് ടൈം എന്താണ്, ആ ഒരു സ്പെസിഫിക് ടൈം അല്ലെങ്കിൽ ആ ഡേറ്റ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമുക്ക് നമ്മുടെ പൈ ആപ്പ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ പൈ ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ആ ഒരു ഹോം സ്ക്രീനിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ആസ് അനൗൺസ്ഡ് ഓൺ പൈ ടുഡേ ദ 6 month ഗ്രേസ് പീരീഡ് എസെൻഷ്യൽ ഫോർ പ്രിപ്പയറിംഗ് പൈ ഫോർ ഓപ്പൺ നെറ്റ്വർക്ക് ബിഗാൻ ഓൺ ജൂലൈ 1 തുടങ്ങി. പിന്നെ പയനിയേഴ്സ് മസ്റ്റ് കംപ്ലീറ്റ് ദെയർ KYC ആൻഡ് മെയിൻ നെറ്റ് മൈഗ്രേഷൻ വിത്തിൻ സ്പെസിഫിക് ഡെഡ് ലൈൻസ് ഡിഫൈൻഡ് ബൈ ഗ്രേസ് പീരീഡ് വിച്ച് ഇൻക്ലൂഡ്സ് ഫ്ലെക്സിബിലിറ്റി ടു അക്കോമഡേറ്റ് പയനിയേഴ്സ് ഹു ആർ സ്റ്റക്ക് ഇൻ പ്രോസസ് ബൈ സിസ്റ്റം ബ്ലോക്സ്. റീഡ് മോർ അബൌട്ട് ദ ഗ്രേസ് പീരീഡ്, ടേക്ക് ആക്ഷൻസ് ആൻഡ് ഇൻഫോം യുവർ ടീംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ചെയ്യണമെങ്കിലും അവരെ ഇൻഫോം ചെയ്യുക. ഈ KYC മെയിൻ നെറ്റ് മൈഗ്രേഷനും ഈ ഒരു ഡെഡ് ലൈനിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇൻഫോം ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ റീഡ് മോർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഇവിടെ KYCയിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പൈ ബ്രൗസറിലോട്ട് ഓപ്പൺ ആയി പോകും. അപ്പോൾ ഞാൻ ഓൾറെഡി KYC ചെയ്തതാണ്, അതുകൊണ്ട് ഞാൻ ഓപ്പൺ ചെയ്യാനുള്ള. അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് പൈ ബ്രൗസറിലോട്ട് ഓപ്പൺ ആവാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് KYC കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ KYC ഒക്കെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക. ആദ്യമേ തന്നെ ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റെപ്പാണ് KYC കംപ്ലീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് മെയിൻ നെറ്റ് മൈഗ്രേഷൻ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടുണ്ട്. എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കാനായിട്ട് KYC മെയിൻ നെറ്റ് മൈഗ്രേഷൻ്റെ എല്ലാത്തിൻ്റെ. അപ്പോൾ ഇവിടെ റീഡ് മോർ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടത് ഗ്രേസ് പീരീഡിനെ കുറിച്ചാണ്. അപ്പോൾ ഗ്രേസ് പീരീഡിനുള്ളിൽ എല്ലാം കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ റീഡ് മോഡ് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഏതൊക്കെയാണ് ഡെഡ് ലൈൻസ് എന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇതിൽ ഞാൻ ഒന്ന് വായിച്ചു നോക്കിയതാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ കറക്റ്റ് ആ ഒരു സെക്ഷനിലായിട്ട് ഞാൻ പോകാൻ പോകുന്നത്. അതുകൊണ്ടാണ്. ഓക്കെ, അതിൻ്റെ മുകളിലത്തെ ഒന്നും നമ്മൾ കൂടുതൽ വായിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇൻ ഗ്രേസ് പീരീഡ് എന്നുള്ള ആ ഒരു സെക്ഷനാണ് നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രേസ് പീരീഡ് എന്ന് വെച്ചാൽ 6 month പീരീഡാണ്. അപ്പോൾ ആ 6 monthsനുള്ളിൽ നമ്മൾ KYCയും മൈഗ്രേഷനും കംപ്ലീറ്റ് ചെയ്യണം, മെയിൻ നെറ്റ് മൈഗ്രേഷനും കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ഇപ്പോൾ നമ്മുടെ പയനിയേഴ്സ് ഫെയിൽ ടു സബ്മിറ്റ് ദെയർ KYC വിത്തിൻ ദ ഫസ്റ്റ് 3 months. അതായത് ഈ ജൂലൈ 1 തൊട്ട് ഫസ്റ്റ് 3 months, ആ ഫസ്റ്റ് 3 months എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ KYC കംപ്ലീറ്റ് ചെയ്ത് വെരിഫൈ ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ ആ ഫസ്റ്റ് 3 monthsനുള്ളിൽ നമ്മൾ KYC കംപ്ലീറ്റ് ചെയ്യണം. അതായത് ഇന്ന് ജൂലൈ 1 ആണ്, ഇന്നല്ല, ഈ ജൂലൈ 1 ആണ് ഉദ്ദേശിക്കുന്നത്. ഈ 2024 ജൂലൈ 1 തൊട്ടിട്ട് ഫസ്റ്റ് 3 monthsനുള്ളിൽ KYC കംപ്ലീറ്റ് ചെയ്യണം. ഓൾ നെസസറി സ്റ്റെപ്സ് ടു മൈഗ്രേറ്റ് ദെയർ പൈ വിത്തിൻ 6 months സ്റ്റാർട്ടിങ് ജൂലൈ 1. അപ്പോൾ ഫസ്റ്റ് 3 monthsൽ KYC കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി എല്ലാ സ്റ്റെപ്പും ജൂലൈ 1 തൊട്ടുള്ള 6 monthsനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ സ്പെസിഫിക്കലി ടു അവോയ്ഡ് ലോസിങ് മോസ്റ്റ് ഓഫ് ദ പൈ മൈൻഡ് പയനിയേഴ്സ് ഷുഡ് മേക്ക് ഷുവർ ദേ കംപ്ലീറ്റ് ദ 2 ആക്ഷൻ സ്റ്റെപ്സ് വിത്തിൻ ദെയർ റെസ്പെക്റ്റീവ് ഡെഡ് ലൈൻസ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ എന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മൾ ഡേറ്റ് വൈസ് നോക്കുവാണെങ്കിൽ
ആദ്യത്തെ വെച്ചാൽ ജൂലൈ 1 തൊട്ടാണ് തുടങ്ങണമെന്ന് പറഞ്ഞു. ആദ്യത്തെ വെച്ചാൽ സബ്മിറ്റ് ദെയർ ഇനീഷ്യൽ KYC ആപ്ലിക്കേഷൻ വിത്തിൻ ദ ഫസ്റ്റ് 3 months ഓഫ് ദ ഗ്രേസ് പീരീഡ് വിച്ച് മീൻസ് ഡെഡ് ലൈൻ വിൽ ബി September 30, 2024. കേട്ടോ, September 30, 2024 KYC നമ്മൾ സബ്മിറ്റ് ചെയ്ത് വെരിഫൈ ചെയ്യണം. അതാണ് മെയിനായിട്ടുള്ള സ്റ്റെപ്പ്. ഇനീഷ്യൽ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഫസ്റ്റ് 3 months അതായത് September 30, 2024 KYC കംപ്ലീറ്റ് ചെയ്യാം. KYC നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ വീണ്ടും ട്രൈ ചെയ്യാം. പിന്നെ കംപ്ലീറ്റ് ദ മെയിൻ നെറ്റ് ചെക്ക് ലിസ്റ്റ് ടു മൈഗ്രേറ്റ് ടു ദ മെയിൻ നെറ്റ് വിത്തിൻ 6 months. മെയിൻ നെറ്റിൽ മൈഗ്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 10 minute പോലും എടുക്കില്ല നമുക്ക് ഈ ഒരു മെയിൻ നെറ്റ് മൈഗ്രേഷൻ ചെയ്യാനായിട്ട്. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് ഞാൻ കാണാൻ പറ്റും. വലിയ സമയമൊന്നും എടുക്കുന്ന പരിപാടിയല്ല അത്. എന്നിട്ട് അതിൻ്റെ ഡെഡ് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ December 31, 2024 ആണ്. അപ്പോൾ December 31, 2024 എല്ലാം കംപ്ലീറ്റ് ചെയ്യണം. September 30, 2024 KYC കംപ്ലീറ്റ് ചെയ്യണം. December 31, 2024 മെയിൻ നെറ്റ് മൈഗ്രേഷനും കംപ്ലീറ്റ് ചെയ്യണം. ദ ഗ്രേസ് പീരീഡ് ഫോർ എ പയനിയർ ദാറ്റ് ഈസ് എലിജിബിൾ ഫോർ KYC ബിഗിൻസ് July 1. KYC application they need to submit first KYC application by September 30. September 30 ഫസ്റ്റ് KYC ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. പിന്നെ അടുത്തത് നോക്കുകയാണെങ്കിൽ വിൽ നീഡ് ടു മൈഗ്രേറ്റ് മെയിൻ നെറ്റ് ബിഫോർ December 31. നമ്മൾ നേരത്തെ വായിച്ച സാധനം തന്നെ December 31 മെയിൻ നെറ്റ് മൈഗ്രേഷനും ചെയ്യണം. ഫോർ പയനിയേഴ്സ് ഹു ആർ നോട്ട് എലിജിബിൾ ടു സബ്മിറ്റ് ദെയർ KYC ആപ്ലിക്കേഷൻ ദർ ടൈമർ ഈസ് പോസ്ഡ് ആൻഡ് വിൽ റെസ്യൂം വൺസ് ദേ ബിക്കം എലിജിബിൾ എന്ന് എഴുതിയുണ്ട്. അപ്പോൾ ഇതുവരെ KYC വരാത്തവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ദെയർ ടൈമർ ഈസ് പോസ്ഡ് ആൻഡ് വിൽ റെസ്യൂം വൺസ് ദേ ബിക്കം എലിജിബിൾ എന്ന് എഴുതിയുണ്ട്. അപ്പോൾ അവർ പേടിക്കേണ്ട ആവശ്യമില്ല KYC വരാത്തവർ. പിന്നെ ഫോർ പയനിയേഴ്സ് ഹു ഹാവ് എ ടെൻറ്റേറ്റീവ് KYC സ്റ്റാറ്റസ് ദെയർ 6 month ടൈമർ ഈസ് പോസ്ഡ് ആൻഡ് വിൽ റെസ്യൂം വൺസ് ദ ബ്ലോക്ക് ഈസ് റിസോൾവ്ഡ്. ബ്ലോക്കിൽ പെട്ടെടുക്കുകയാണെങ്കിൽ അതായത് KYC പെൻഡിങ് ആയിട്ട് കിടക്കുന്നവരുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 month ടൈമർ പോസ്റ്റ് ആയിരിക്കും. വിൽ റെസ്യൂം വൺസ് ദ ബ്ലോക്ക് ഈസ് റിസോൾവ്ഡ്. ബ്ലോക്ക് റിസോൾവ് ആയി കഴിഞ്ഞാൽ റെസ്യൂം ചെയ്യുന്നതാണ് അതിന്. ഫോർ പയനിയേഴ്സ് whose KYC application are stuck in the KYC process for more than 1 month, their 6 month timer is also posted and will resume once the block is resolved. അതും അതുപോലെ തന്നെ സ്റ്റക്കായിട്ട് 1 month കൂടുതൽ കിടക്കണവരുടെയും അങ്ങനെ തന്നെയായിരിക്കും കിട്ടണത്. അതായത് അവരുടെ ഈ ഒരു ടൈമർ പോസ് ആയിട്ടായിരിക്കും ഇരിക്കണേ. ഹൗവർ സച്ച് പ്രോസസ് വിൽ ബി ഫർദർ റിഫൈൻഡ് ഇൻ ദ ഫ്യൂച്ചറിൽ പറയുന്നതാണ്. പിന്നെ അടുത്ത തന്നെ ചോദിച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ for new pioneers the grace period will be paused until they complete 30 mining sessions. അപ്പോൾ 30 മൈനിങ് സെഷൻസ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് ഗ്രേസ് പീരീഡ് അവരുടെ സ്റ്റാർട്ട് ആവുള്ളൂ, പുതിയതായിട്ട് ജോയിൻ ചെയ്യണ പയനിയേഴ്സിൻ്റെ. കാരണം അവർ ജസ്റ്റ് ജോയിൻ ചെയ്തല്ലോ, അപ്പോൾ അവർക്ക് ഒരു ടൈം വേണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് 30 മൈനിങ് സെഷൻസ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ്, മിനിമം മൈനിങ് സെഷൻസ് ആണ്, അത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് അത് സ്റ്റാർട്ട് ആവുള്ളൂ. ആൻഡ് ബിക്കം എലിജിബിൾ ടു അപ്ലൈ ഫോർ KYC. ദെൻ ദ 2 deadlines ഓഫ് ദ ഗ്രേസ് പീരീഡ് ഫോളോ അക്കോർഡിംഗ്ലി ആഫ്റ്റർവേർഡ്സ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് അവരുടെ ഗ്രേസ് പീരീഡ് ഡെഡ് ലൈൻസ് ഫോളോ ചെയ്യുള്ളൂ, അതായത് വരുള്ളൂ. ദിസ് ഓൾസോ അപ്ലൈസ് ടു ദ ന്യൂ പയനിയേഴ്സ് ഹു ജോയിൻ ആഫ്റ്റർ ദ എൻഡ് ഓഫ് 2024 കഴിഞ്ഞ് ജോയിൻ ചെയ്യണവർക്കും ഇത് തന്നെ ആയിരിക്കും. അപ്പോൾ 2024 കഴിഞ്ഞ് ജോയിൻ ചെയ്യണ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2024 കഴിഞ്ഞാലും ഇതിൻ്റെ മൈനിങ് ഉണ്ടാവുന്നതാണല്ലോ അതിൻ്റെ മീനിങ്. അപ്പോൾ മൈനിങ് ഇപ്പോൾ ഒന്നും സ്റ്റോപ്പ് ആവാൻ പോകുന്നില്ല. ഇഫ് എ പയനിയർ ടേക്സ് ദ പെൻഡിങ് യൂസർ ആക്ഷൻ ഇൻ ദ KYC പ്രോസസ് ലെസ് ദാൻ 1 month before the deadline, the timer will automatically top up to 1 month to allow time for processing and finishing the next step in KYC and mainnet migration. അപ്പോൾ ഡെഡ് ലൈനിന് മുമ്പ് ലെസ് ദാൻ 1 month മുമ്പ് KYC പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ അയാളുടെ ടൈമർ ടോപ്പ് അപ്പ് ചെയ്യും, 1 month കൂടി ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കും. അയാൾക്ക് ആ ഒരു KYC കംപ്ലീറ്റ് ചെയ്യാനും mainnet മൈഗ്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ടൈമിന് വേണ്ടിയിട്ട് ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അതുപോലെയൊക്കെ കുറേ സംഭവങ്ങൾ ഇവർ ചെയ്യും. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ KYC ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് 3 months September 30 ചെയ്യുക. പിന്നെ നിങ്ങൾ December 30 നിങ്ങൾ മെയിനെറ്റ് മൈഗ്രേഷനും കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ സ്റ്റക്കായിട്ട് പോകണമെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ലാതെ എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാനായിട്ട് നോക്കാം. അതിന് എക്സ്റ്റെൻഡ് ചെയ്ത് തരുന്നവർ തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് റീട്രൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ KYC റീട്രൈ ചെയ്തത് ഈ ഫസ്റ്റ് 3 months കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. മെയിനെറ്റ് മൈഗ്രേഷൻ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാവുന്ന സംഭവമാണ്, KYC ആണ് ഇച്ചിരി പാടുള്ളൂ. അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യുക. ഇതാണ് ഗ്രേസ് പീരീഡ് എന്ന് വെച്ചാൽ
പിന്നെ ഓപ്പൺ നെറ്റ്വർക്ക് ഡിസംബർ 2024 എന്തായാലും വരുന്നതാണ് പറയുന്നത്. എൻഡ് ഓഫ് ദ 2024 എന്തായാലും വരുന്നതാണ് പറയുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് മൈനിങ് ഉണ്ടാവും. അതാണ് ഇവരുടെ ഒരു സെൻറ്റൻസിൽ അവർ സൂചിപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് മൈനിങ് ഉണ്ടാവും. അപ്പോൾ ഇത് കുറേ നാളത്തേക്ക് ഈ ഒരു മൈനിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ പൈ നെറ്റ്വർക്കിൻ്റെ അപ്ഡേറ്റ്. അപ്പോൾ ആ ഒരു ഡെഡ് ലൈൻസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കാം. ആ സ്ക്രീനിൽ കാണിക്കുന്നത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഡെഡ് ലൈൻസിനുള്ള KYC മെയിൻ മൈഗ്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറയാം. താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള എല്ലാ ഗുണങ്ങളും വരുത്തുക. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.